യഥാർത്ഥത്തിൽ മറ്റാരോ ബോധപൂർവം ആർക്കൈവ് ചെയ്യപ്പെട്ട അല്ലേ തയ്യാറാക്കി വെച്ച ഒരു സംഗതിയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അത് നിങ്ങളിപ്പോൾ നിലവിളക്ക് എന്ന് പറഞ്ഞ സാധനം വരുമ്പോൾ നിങ്ങൾ ഒരു പരിപാടി തുടങ്ങുന്നതിന് വേറെയും പലതരത്തിലുള്ള രീതികളുണ്ട് അല്ലേ, ഉണ്ട്. ഒരു ഉദ്ഘാടനം നടത്തുന്നതിന് പല രീതികളുണ്ട്. ഈ രീതികളെ മുഴുവൻ മാറ്റി നിർത്തിയാണ് നിങ്ങൾ എന്ത് എടുക്കുന്നത്, നിലവിളക്കിനെ എടുക്കുന്നത്. സ്വാഭാവികമാണ് ജനാധിപത്യത്തെ നമ്മൾ ഭയത്തോടെ കാണുന്നു. നമ്മളൊരു സ്വേച്ഛാധിപത്യത്തെയോ ഒരു സർവാധിപത്യത്തെയോ ഒരു കിങ്കരനായ ഒരു രാജാവിൻ്റെയോ ഒക്കെ ഭരണത്തിനകത്ത് ജീവിക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുന്ന എപ്പോഴാണ്, ജനാധിപത്യത്തിൽ നമുക്ക് വിശ്വാസം ഇല്ലാത്തതാണ്. ഞാനതിൽ അത്ര നിരാശനല്ല കേട്ടോ, അത് ഞാൻ പറയാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഈ ഡിജിറ്റൽ ലോകത്ത് കാണുന്ന വർഗീയത അതവിടെ ഉണ്ട് എന്നുള്ള സത്യമാണ്. അതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ അതേപോലെ എടുക്കുന്നു എന്നൊന്നും ഞാൻ കരുതുന്നില്ല കേട്ടോ. കുഞ്ഞുങ്ങളുടെ പുതിയ തലമുറയെ മുഴുവൻ അവർ ഇതൊക്കെ വീണ് കഴിഞ്ഞു അങ്ങനെയൊന്നും എനിക്ക് അഭിപ്രായമില്ല. എംപത്തറ്റിക്കലായ മനുഷ്യർ അല്ലേ, സഹതാപമല്ല അനുതാപമുള്ള മനുഷ്യരെ സൃഷ്ടിക്കുകയാണ് മദ്രസകൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക ആളുകൾ. MA ഉസ്താദ് തലശ്ശേരി കലാപത്തിൻ്റെ കാലത്ത് അവിടെ പ്രയാസത്തിലായവരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി, ഒരു സംഘടനയെ താൽക്കാലികമായി ഉണ്ടാക്കി പ്രവർത്തിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. സ്ഥലത്ത് വലിയ മിനാരം കണ്ടു. അവരിങ്ങനെ പോകുമ്പോൾ തന്നെ വലിയ മിനാരം, ഈ മിനാരത്തിന് അങ്ങനെ ഒരു സവിശേഷത ഉണ്ടല്ലോ, ഇതാ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു എന്താണ്, നിങ്ങൾ മറച്ചു വെക്കപ്പെടാതിനുള്ളൊരു പ്രതിരോധമാണ് മിനാരം. ചരിത്രത്തിനെതിരായ വലിയ ആക്രമണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗൗരവപ്പെട്ട് കാണേണ്ട കാര്യമാണ്. ചരിത്രത്തെ വളച്ചൊടിക്കുക, ഡിസ്റ്റോർട്ടഡ് ആയ ഒരു ചരിത്രം ഉണ്ടാക്കുക, കാവ്യവത്കരണം എന്ന് വിശേഷിപ്പിക്കുന്നു. അതെന്തോ രാഷ്ട്രീയ ആക്രമണമൊന്നുമല്ല, അത് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റത്തെ സൂചിപ്പിക്കുന്ന പദമാണ്. രാഹുൽ ഗാന്ധിയെക്കുറിച്ച് നിങ്ങൾക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ ഇപ്പം രാഹുൽ ഗാന്ധി ചൗക്കിദാർ ചോർഹെ എന്നൊരു മുദ്രാവാക്യം വിളിക്കുമ്പോൾ മീഡിയ എങ്ങനെയാണ് അത് റിപ്പോർട്ട് ചെയ്തത്? രാഹുൽ ഗാന്ധി പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. റാഫേൽ അഴിമതി രാഹുൽ ഗാന്ധിയുടെ ആരോപണമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. SSF കണ്ണൂർ ജില്ലാ സാഹിത്യോത്സവന് ഇപ്രാവശ്യം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം യു ആർക്കൈവ്ഡ് എന്നുള്ള ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. യു ആർക്കൈവ്ഡ് എന്ന് പറയുന്നതിൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സമൂഹം ആർക്കൈവ് ചെയ്യപ്പെടുന്നതിൻ്റെ വ്യത്യസ്ത രീതികളും തലങ്ങളൊക്കെ ഉണ്ട്. ആർക്കൈവ് എന്നുള്ള ഒരു പ്രമേയത്തെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കണ്ണൂരിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ടും മൊത്തത്തിലും എങ്ങനെയാണ് നമുക്കതിനെ നോക്കിക്കാണാൻ വേണ്ടി കഴിയുന്നത്, യു ആർക്കൈവ്ഡ് എന്ന തീമിനെ നമുക്ക് എങ്ങനെയാണ് നോക്കാൻ വേണ്ടി കഴിയുന്നത് എന്നുള്ളതാണ്. ഈ ആർക്കൈവ് ചെയ്യുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മനസ്സിലാക്കുന്നത്, ഇപ്പം ദരിദ്ര പോലെയുള്ള എഴുത്തുകാരൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, നമ്മളെ ജീവിതത്തിൻ്റെ ഘടകങ്ങളെ അതിൽ നിന്ന് എടുത്തു വയ്ക്കുന്നു. ആ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന സൂചകങ്ങൾ, ചരിത്ര ഗ്രന്ഥങ്ങൾ, പ്രമാണങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് സൂക്ഷിക്കുന്നു. ശബ്ദങ്ങൾ ഒക്കെ എടുത്ത് ദൃശ്യങ്ങളൊക്കെ എടുത്ത് സൂക്ഷിക്കുന്നു. അതാണ് ആർക്കൈവ് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർക്കൈവ് ഫീവർ എന്നൊക്കെ പറയുന്ന പോലെ മറ്റ് പല വലിയ ആശയങ്ങൾ അത് സംബന്ധിച്ചുണ്ട്. ആർക്കൈവിൻ്റെ ഒരു ഭാഗം അതാണ്. നമ്മളെ ജീവിതത്തെ, സംഭാവനകളെ, വന്നിട്ടുള്ള നേട്ടങ്ങളെ ഒക്കെ, ചരിത്രത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെയൊക്കെ പിന്നീട് വരുന്ന തലമുറക്ക് നോക്കാവുന്ന തരത്തിൽ എടുത്തു വെക്കുക എന്നുള്ളതാണ്. അതിലൊരു പ്രശ്നമുള്ളത് നിങ്ങൾ എന്ത് ആർക്കൈവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെ നോക്കുമ്പോൾ ചിലത് നിങ്ങൾ എടുക്കുന്നതിന് നിങ്ങളുടെ ഒരു തിരഞ്ഞെടുപ്പുണ്ട്, ആ ചരിത്രകാരൻ്റെ ഒരു തിരഞ്ഞെടുപ്പുണ്ട്, അല്ലെങ്കിൽ ആ ഭരണകൂടത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പുണ്ട്, അല്ലെങ്കിൽ ആരാണ് ആ ആർക്കൈവിങ് പ്രോസസ്സ് നടത്തുന്നത് അയാളുടെ ഒരു മുൻഗണനയുണ്ട്. അതുകൊണ്ട് മനുഷ്യജീവിതത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമേ ആർക്കൈവ് ചെയ്യപ്പെടുന്നുള്ളൂ എന്നതാണ് അതിലൊരു ഭാഗം. രണ്ടാമത്തെ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ എന്താണ് ആർക്കൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, മാറ്റി വയ്ക്കുക, എടുത്തു വയ്ക്കുക, ദൃശ്യത്തിൽ നിന്ന് മറയ്ക്കുക എന്ന അർത്ഥത്തിൽ കൂടി അതിനെ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ രണ്ട് ആംഗിളുണ്ട്. ഒന്ന്, മറ്റുള്ളവർക്ക് പിന്നീട് നോക്കാൻ ഭാഗത്തിൽ ആർക്കൈവ് ചെയ്യൂ എന്ന് ചെയ്യുന്ന ഒരു പോസിറ്റീവായൊരു ഭാഗം. മറ്റൊന്ന് എന്ന് പറയുന്നത് ചില ഭാഗങ്ങളെ മറച്ചു വയ്ക്കുന്നു എന്ന അർത്ഥത്തിലുള്ള ആർക്കൈവ് ചെയ്യപ്പെടുന്നു എന്നൊരു ഭാഗവുമുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ കോവിഡ് കാലം കടന്നുപോയി, അത് വല്ലാത്തൊരു മഹാമാരിയായിരുന്നത്. മനുഷ്യൻ്റെ എല്ലാ ആത്മവിശ്വാസങ്ങളെയും തകർത്ത് കളയുന്ന നിസ്സഹായാവസ്ഥയായിരുന്നത്. തൊടാൻ പറ്റാത്ത അവസ്ഥ. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവിഷ്കാരമാണ് തൊടുക എന്ന് പറയുന്നത്, കാണുക എന്ന് പറയുന്നത്, സാമൂഹികമായി ഇരിക്കുക എന്ന് പറയുന്നത്, നമ്മൾ പരസ്പരം കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. ഈ സംഭവങ്ങളെ എല്ലാം ഇല്ലാതാക്കുകയും നമ്മളൊരു ഐസൊലേഷനിലേക്ക്, സമ്പർക്ക വിലക്ക് എന്നൊരു വാക്ക് തന്നെ അന്നുണ്ടായി. ആ കാലത്തെ നമ്മൾ ആർക്കൈവ് ചെയ്യേണ്ടതുണ്ട് തീർച്ചയായും.
സാഹിത്യത്തിൽ അത് ആർക്കൈവ് ചെയ്യേണ്ടതുണ്ട്, പ്രസംഗങ്ങളിൽ ആർക്കൈവ് ചെയ്യേണ്ടതുണ്ട്, എഴുത്തുകളിൽ, കഥകളിൽ, കവിതകളിൽ ഒക്കെ അത് ആർക്കൈവ് ചെയ്യേണ്ടതുണ്ട്. അതാണ്. അപ്പോൾ സാഹിത്യോത്സവ് ആ ദൗത്യം നിർവഹിക്കുന്നുണ്ട്. എങ്ങനെയാണ് ആ ദൗത്യം നിർവഹിക്കുന്നത്? ഇവിടെ മത്സരത്തിന് വരുന്ന ആ വാക്ക് തന്നെ കുറെ കൂടി സൗഹൃദപരമായൊരു മത്സരത്തിന് വരുന്ന കുഞ്ഞുങ്ങൾ, കുട്ടികൾ, യുവാക്കൾ അവരെന്താണ് ചെയ്യുന്നത്? അവരവരുടെ കാലത്തെയാണ് ഈ പാട്ടിലൂടെ അടയാളപ്പെടുത്തുന്നത്, ഈ കവിതയിലൂടെ അടയാളപ്പെടുത്തുന്നത്, ഈ ചിത്രത്തിലൂടെ അടയാളപ്പെടുത്തുന്നത്, ഈ സംവാദത്തിലൂടെ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത് അവരുടെ ജീവിതത്തെയും അവരുടെ ചുറ്റുപാടിനെയും അതിൻ്റെ രാഷ്ട്രീയത്തെയും സാമൂഹികതയും ഒക്കെ ആർക്കൈവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗത്തോ സാഹിത്യോത്സവം ചെയ്യുന്ന എന്താണ്? മാറ്റിവെക്കപ്പെട്ട ശബ്ദങ്ങളെ, എടുക്കാതെ പോകുന്ന ശബ്ദങ്ങളെ മുഖ്യധാര എന്ന് വിളിച്ച് നമ്മൾ ഒരു പൂമുഖം ഇട്ട് വെച്ചിരിക്കുന്നു. ആ പൂമുഖത്തേക്ക് വരാത്തത് ഇവിടെയുണ്ട്. നമ്മളിന്ന് സംസ്കാരം, കൾച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെ കേരളീയത, ഇന്ത്യൻ സംസ്കാരം എന്നൊക്കെ പറയുന്നത് നമ്മൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ യഥാർത്ഥത്തിൽ മറ്റാരോ ബോധപൂർവം ആർക്കൈവ് ചെയ്യപ്പെട്ട, അല്ലേ, തയ്യാറാക്കി വെച്ച ഒരു സംഗതിയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അത് നിങ്ങളിപ്പോൾ നിലവിളക്ക് എന്ന് പറയുന്ന സാധനം വരുമ്പോൾ നിങ്ങൾ ഒരു പരിപാടി തുടങ്ങുന്നതിന് വേറെയും പലതരത്തിലുള്ള രീതികളുണ്ട്, അല്ലേ? ഉണ്ട്. ഒരു ഉദ്ഘാടനം നടത്തുന്നതിന് പല രീതികളുണ്ട്. ഈ രീതികളെ മുഴുവൻ മാറ്റി നിർത്തിയാണ് നിങ്ങൾ എന്ത് എടുക്കുന്നത്? നിലവിളക്കിനെ എടുക്കുന്നത്, ഒന്നിനെടുക്കുന്നത്. അപ്പം ഈ മാറ്റി വെക്കുന്നതിന് എവിടെയാണ് ഇടം? ആ ഇടം കൊടുക്കുകയാണ് സത്യത്തിൽ സാഹിത്യോത്സവം ചെയ്യുന്നത്. അത് ദളിത് നേട്ടങ്ങൾ അതിനകത്തുണ്ടാവും, സ്ത്രീകളുടെ നേട്ടങ്ങൾ അതിനകത്തുണ്ടാവും, മുസ്ലിങ്ങളുടെ തന്നെ കൾച്ചറുമായി ബന്ധപ്പെട്ട, പാരമ്പര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനകത്തുണ്ടാവും. ഇപ്പോൾ വളപട്ടണത്തിൻ്റെ ചരിത്രം നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ. ആ ചരിത്രം ഒരു പക്ഷേ പുതിയ ആൾക്കറിയില്ല, പുതിയ കുഞ്ഞുങ്ങൾക്കറിയില്ല, പുതിയ തലമുറക്കറിയില്ല. ഇതെങ്ങനെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്, ഈ കൾച്ചർ ഇവിടെ എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നതെന്ന് അറിയില്ല. ആ അറിയാത്തതിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ വേദികളിൽ അവതരിപ്പിക്കുന്നു, ഈ എഴുത്തിൽ ആർക്കൈവ് ചെയ്യപ്പെടുന്നു. അപ്പോൾ രണ്ട് തലത്തിലും ജീവിതത്തെ സൂക്ഷിച്ചു വയ്ക്കുന്നു എന്ന അർത്ഥത്തിലും, ഒരു തുള്ളി ജീവിതം എന്നൊക്കെ പറഞ്ഞതുപോലെ ജീവിതത്തെ സൂക്ഷിച്ചു വയ്ക്കുന്നു എന്ന അർത്ഥത്തിലും, കാണാതെ പോകുന്നതിനെ, ദൃശ്യതയിൽ നിന്ന് മറയ്ക്കുന്നതിനെ കൊണ്ടുവരുന്നു എന്ന അർത്ഥത്തിലും സാഹിത്യോത്സവ് യു ആർ ആർക്കൈവ്ഡ്, അല്ലേ? നിങ്ങളെ പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പൊളിറ്റിക്കൽ കോൺസെപ്റ്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഇപ്പം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള മത്സരമോ അല്ലെങ്കിൽ ഞാൻ രേഖയിലുണ്ടോ എന്നുള്ളത് സൂക്ഷ്മമായി ഓരോ പൗരന്മാരും വിശകലനം ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ കൂടി നമ്മൾ ഈ പുതിയൊരു അന്തരീക്ഷത്തിൽ വായിക്കുകയാണ്. ഇപ്പം ഇന്നത്തെ ന്യൂസ് പേപ്പറിലടക്കം ഡൽഹിയിൽ സമരം നടത്തുന്ന ആളുകളോട് നിങ്ങളുടെ ആധാർ കയ്യിലുണ്ടോ എന്ന് പ്രക്ഷോഭകാരികളോട് ചോദിച്ചു എന്നുള്ളതാണ്. അപ്പം ആർക്കൈവ് ചെയ്യപ്പെട്ട അവരുടെ രേഖയെ ചോദിച്ചുകൊണ്ട് തന്നെ മാറ്റി നിർത്താനുള്ള ഒരു പരിശ്രമം നടക്കുന്നു. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ദേശീയ രാഷ്ട്രീയ പരിസരത്തേക്കൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് മാറ്റി നിർത്തുക എന്നുള്ളത് പ്രകടമായിട്ട് തന്നെ പല സ്ഥലത്ത് കാണുന്നുണ്ട്. നമ്മളിപ്പോൾ അടുത്ത് പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും ഈ രേഖയിലാവുക എന്ന് പറയുന്നത് നമ്മളൊരു കാർഡുകളുടെ ലോകത്തേക്ക് കൂടി ജീവിതത്തെ പറിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ ആ ഒരു രാഷ്ട്രീയ പരിസരത്ത് നിന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ അതിനെ ഉൾക്കൊള്ളുകയാണോ അല്ലെങ്കിൽ നമ്മളൊരു പേടിയോടുകൂടി അതിനെ സമീപിക്കുകയാണോ ചെയ്യുന്നത്? ഭരണകൂടത്തിന് എല്ലായ്പ്പോഴും, അതേത് ഭരണകൂടത്തിനും ഒരു എന്താ പറയുക, അധികാര പ്രയോഗത്തിൻ്റെ പല രീതികളുണ്ട്. ഇവിടെ ഒരു ഫാഷിസ്റ്റ് സ്വഭാവമുള്ള ഭരണകൂടമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് പലതവണ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പം ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവിഷ്കാരം എന്ന് നമ്മൾ മുന്നിൽ കാണുന്ന ആവിഷ്കാരം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പുകളാണ്. പ്രാതിനിധ്യ ജനാധിപത്യത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്കിന്ന് വിശ്വാസമില്ല. ഇത് തെരഞ്ഞെടുപ്പ് തന്നെയാണോ നടന്നിട്ടുള്ളത്, ഞങ്ങൾ തിരഞ്ഞെടുത്തത് തന്നെയാണോ വന്നിട്ടുള്ളത്? ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നിന്നൊക്കെയുള്ള ചില മണ്ഡലങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കാണിക്കുന്നത് അവിടുത്തെ ആളുകൾ ഒരിക്കലും എടുക്കാൻ സാധ്യതയില്ലാത്ത തീരുമാനമാണ് തെരഞ്ഞെടുപ്പിലൂടെ വന്നു കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമാണ് ജനാധിപത്യത്തെ നമ്മൾ ഭയത്തോടെ കാണുന്നു. നമ്മളൊരു സ്വേച്ഛാധിപത്യത്തെയോ ഒരു സർവാധിപത്യത്തെയോ ഒരു കിങ്കരനായൊരു രാജാവിൻ്റെയോ ഒക്കെ ഭരണത്തിനകത്ത് ജീവിക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുന്ന എപ്പോഴാണ്? ജനാധിപത്യത്തിൽ നമുക്ക് വിശ്വാസം ഇല്ലാത്തപ്പോഴാണ്. അപ്പോൾ ഇവിടെ ഈ ജനാധിപത്യത്തിൻ്റെ വഴികളിലൂടെ തന്നെ, ജനാധിപത്യത്തിൻ്റെ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഫാഷിസ്റ്റ് എലമെൻറ്റുകൾ കടന്നു വരികയാണ്. ഇത് സത്യത്തിൽ ഇന്നുണ്ടായതല്ല. ഇപ്പോൾ ഹിറ്റ്ലറുടെയും ഒക്കെ തന്നെ കാലത്ത്, ഹിറ്റ്ലറെ ആണല്ലോ നമ്മൾ
നമ്മൾ വലിയ ഫാഷിസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്, നാസിസം, ഫാഷിസം എന്നൊക്കെ നമ്മൾ ഫ്രാങ്കോയിസം എന്നൊക്കെ പറയുന്നത്, അവരൊക്കെ യഥാർത്ഥത്തിൽ അതിൻ്റെ കാൽവെപ്പികൾ നടത്തിയിട്ടുള്ളത് ജനാധിപത്യ സംവിധാനത്തിലൂടെ തന്നെയാണ്. മാഷ് നേരത്തെ സൂചിപ്പിച്ച ദറീദയുടെ അതെ ആ ആർക്കൈവ് ഫീവർ അടക്കം ചർച്ച ചെയ്യുന്ന പുസ്തകത്തിൽ പോലും ഒരു കാലത്ത് ആർക്കൈവ് ചെയ്യുക എന്നുള്ളത് പ്രഭുക്കളുടെയും രാജാക്കന്മാരുടെയൊക്കെ ഒരു രീതിയായിരുന്നു. ഡാറ്റകൾ അവർക്ക് വളരെ പ്രധാനമാണ്. ആ ഡാറ്റകളെ അവരുടെ ഇഷ്ടം അനുസരിച്ചിട്ടുള്ള ഒരു ഭാവി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി വിനിയോഗിക്കുന്നു എന്നൊക്കെയുള്ള ചർച്ച കാണാം. അത് നമ്മളുടെ ഈ ഇപ്രാവശ്യത്തെ ഇത്തവണയുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു. ഉറപ്പായിട്ടും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങളെ ആർക്കൈവിലേക്ക് നിങ്ങൾ എന്താണ് എടുക്കുന്നത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് ഈ ജനാധിപത്യത്തിൻ്റെ സംവിധാനത്തിന് ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ തന്നെ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കും. ആരാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കണം. നമ്മൾ വിചാരിക്കുന്നത് ഞാനിവിടെ പൗരനാണ്, ഞാനിവിടെ ഉള്ള ആളാണ്, ഞാനിവിടെ ഉണ്ട്, ഇതാ നോക്കൂ ഞാനിവിടെ ഉണ്ട്, ഞാൻ സംസാരിക്കുന്നുണ്ട്, എനിക്ക് ബന്ധങ്ങളുണ്ട്, എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്, എനിക്ക് ഭാഷയുണ്ട്, എനിക്ക് സാഹിത്യമുണ്ട്, ഞാനിവിടെ ഉണ്ട് എന്ന് ഞാൻ പറയുമ്പോഴും നിങ്ങൾക്ക് രേഖയുണ്ടോ എന്ന് ചോദിക്കാം. നിങ്ങൾക്ക് കടലാസുണ്ടോ? ഈ രേഖയിൽ നിന്ന് നിങ്ങളെ വെട്ടിമാറ്റുകയാണ്. നിങ്ങൾ രേഖയിൽ നിന്ന് വെട്ടിമാറ്റുമ്പോഴൊക്കെ നിങ്ങളെന്ന യാഥാർത്ഥ്യം ഇല്ലാതാകുകയാണ്. ഇപ്പം സമരം ചെയ്യുന്നവരോട് ചോദിക്കുമ്പോൾ ഈ സമരം ചെയ്യുന്നവർ അവിടെ ഉണ്ട്, അയാൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം ഇവിടെ ഉണ്ട്, അവരുടെ ശബ്ദം ഇവിടെ ഉണ്ട്. അവരോടാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ ശബ്ദത്തിന് ഈ ഇടമുണ്ടാവണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഈ കടലാസ് വേണം, രേഖ വേണം. ഇപ്പോൾ കുറച്ചുകൂടി അതിനെ ഭയക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്താണ് അംഗീകരിക്കുകയാണോ നേരിടുകയാണോ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. തീർച്ചയായും അതിനെ ജനാധിപത്യപരമായി നേരിടുക തന്നെയാണ് വേണ്ടത്. ഉദാഹരണത്തിന് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ സമയത്ത് അതിശക്തമായ പ്രക്ഷോഭം ഇവിടെ ഉയർന്നു വന്നു. വേഷം കണ്ടാൽ അറിയാം എന്നൊക്കെ പ്രധാനമന്ത്രിക്ക് പറയേണ്ടി വന്നു. അതിശക്തമായ പ്രക്ഷോഭം ഉണ്ടായി. ആ പ്രക്ഷോഭം കൊണ്ട് പൗരത്വ ഭേദഗതി നിയമം പിൻവലിച്ചോ അത് വേറൊരു കാര്യമാണ്. അവരുടെ രാഷ്ട്രീയമായ ശക്തി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഭൂരിപക്ഷം കൊണ്ട് അതിനെ മറികടക്കുന്നുണ്ടാവാം. പക്ഷേ ആ പ്രക്ഷോഭം ഉണ്ടാക്കിയ ഒരു പോളിറ്റി ഉണ്ട്, ഒരു സമൂഹത്തിലുണ്ടാക്കിയ ഒരു പൗരബോധമുണ്ട്, ഒരു മാറ്റമുണ്ട്. ആ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷത്തിന് കുറേ കൂടി പറഞ്ഞു നിൽക്കാവുന്ന ഏകപക്ഷീയമായൊരു വിജയം ഭരണപക്ഷത്തിന് ഇല്ലാതാക്കിയത് ആ സമരമാണ്. അതുകൊണ്ട് തീർച്ചയായും SIR അടക്കമുള്ള പ്രശ്നങ്ങളോട് നമ്മൾ ഏറ്റവും സംയമനത്തോടെ എന്നാൽ രാഷ്ട്രീയമായി പ്രതികരിക്കേണ്ടിയിരിക്കുന്നു, നന്നായി പ്രതികരിക്കേണ്ടിയിരിക്കുന്നു, തുറന്നു കാണിക്കേണ്ടിയിരിക്കുന്നു. അതിനെ ടെക്നിക്കലായി നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, ഈ പണി എങ്ങനെയാണ് എടുക്കുന്നത്, ഇതിനെക്കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം. നമ്മൾ വെറും കാഴ്ചക്കാരായി നിന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഈ രേഖകൾ ഇല്ലാത്തവരാവുകയും പുറന്തള്ളപ്പെടുന്നവരാവുകയും ചെയ്യും. അപ്പം അസാമിലൊക്കെ സംഭവിക്കുന്ന അതാണ്. അസാമിലെ മുസ്ലിം ജനങ്ങൾക്കിടയിൽ അവിടെ ഒരു കാലത്തിന് ശേഷം ഇതൊക്കെ ശ്രദ്ധിക്കണമെന്ന് വന്നപ്പോൾ നാഷണൽ സിറ്റിസൺ രജിസ്റ്ററിൽ നിന്ന് മുസ്ലിം സമൂഹത്തിലെ ആളുകൾ പുറന്തള്ളുന്നതിൻ്റെ എണ്ണം കുറഞ്ഞു. കാരണം രേഖകൾ സൂക്ഷിച്ച് വെക്കണം, ഇത് നമ്മൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടാവണം, ഇത് ശ്രദ്ധിക്കണമെന്ന് വന്നു. അപ്പോൾ SIR പോലെയുള്ള മർദ്ദന സംവിധാനങ്ങൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ആശങ്കപ്പെടുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും. അതിൻ്റെ ഒരു മാനുഷിക തലം നോക്കുന്ന സമയത്ത് നമ്മൾ ഈ രാജ്യത്ത് 100-ലേറെ കോടി ജനങ്ങൾ താമസിക്കുന്ന വലിയൊരു രാജ്യം. അപ്പം മാഷിപ്പോൾ സൂചിപ്പിച്ച ആസാമാണെങ്കിലും ഇന്ത്യയിലെ തന്നെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലെ ചില ആളുകൾ മാറ്റി നിർത്തപ്പെടുക. ഇനി പുറമേ നിന്ന് വന്നവർ എന്ന് പറയുന്ന നിലക്കുള്ള ചില അഭയാർത്ഥികളുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ, റോഹിംഗ്യൻ അഭയാർത്ഥികളെ പോലെ. ആഗോള തലത്തിൽ നോക്കുന്ന സമയത്ത് അനേകം ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു സവിശേഷതയുള്ളത്. അങ്ങനെ നോക്കുന്ന സമയത്ത് കോടിക്കണക്കിന് മനുഷ്യരുടെ അടുത്ത് നിന്ന് കുറച്ച് ആളുകളെ മാറ്റി നിർത്തുക എന്ന് പറയുമ്പോൾ അവരുടെ ഒരു മാനസിക സ്ഥിതി അല്ലെങ്കിൽ ഒരു വേദന നമ്മൾക്കൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുകയും മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലാണോ എന്നുള്ളത്. ഇതിപ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ അനുഭവിക്കാത്ത ലോകം മുഴുവൻ നമുക്ക് കെട്ടുകഥയാണെന്ന് പറഞ്ഞതുപോലെ ഇത് പലർക്കും അതിൻ്റെ ഒരു സ്വന്തം നാടിൽ നിന്ന് അന്യനാവുന്നതിൻ്റെ വേദന എന്ന് പറയുന്നത്. ഇപ്പോൾ ഫലസ്തീനിലെ കാര്യമൊക്കെ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊക്കെ ഫലസ്തീനിലല്ലേ, അതിനോട് നമുക്ക് അവരങ്ങോട്ട് പോയിട്ട് ഇട്ടിട്ടല്ലേ, അല്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടല്ലേ, അവരെ തീവ്ര നിലപാട് കൊണ്ടല്ലേ. ആലോചിക്കണം, അവരുടെ മണ്ണിൽ നിന്ന് ഇറക്കി വിടപ്പെടുകയാണ്. അവർ കാലങ്ങളായി താമസിക്കുന്നിടത്തേക്ക് അക്രമി രാഷ്ട്രം കയറി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ദിവസം രാവിലെ അവരുടെ വീടില്ലാതാവുകയാണ്. ഇതിൻ്റെ മറ്റൊരു രൂപം തന്നെയാണ് എന്ത്? നിങ്ങൾ ഇന്നലെ വരെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ നിങ്ങൾ വോട്ട് ചെയ്തതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ അത്ര ഭീകരത ഇല്ല എന്നൊക്കെ, കേരളത്തിലും ഭീകരം തന്നെയാണ് ഈ പ്രശ്നം, വെട്ടിമാറ്റപ്പെട്ടവരുടെ എണ്ണം എന്തുകൊണ്ട്. എന്നാൽ മറ്റിടങ്ങളിലെ പ്രശ്നം എന്താ? അവർ തൊഴിൽ തേടി പുറമേക്ക് പോകുന്നവരാണ്.
നമ്മുടെ കേരളത്തിലും പ്രവാസികൾ പോകുന്നില്ലേ, തൊഴിൽ തേടി പോകുന്നവരാണ്, വലിയ നാച്ചുറൽ കലാമിറ്റീസിന് അനുഭവിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ വീട് മാത്രമല്ല, അവരുടെ രേഖകൾ മാത്രമല്ല, അവരുടെ വിലപ്പെട്ടത് എല്ലാം നഷ്ടപ്പെട്ടിരിക്കും, എല്ലാം നഷ്ടപ്പെട്ടിരിക്കും. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ഈ മനുഷ്യരോട് നിങ്ങൾ പഴയ രേഖ കൊണ്ടുവരൂ എന്ന് പറയുകയാണ്. അത് കഴിയാതെ വരുമ്പോൾ അവർ ഈ പട്ടികയിൽ നിന്ന് പുറത്താവുകയാണ്. ഓക്കെ, ഈ പട്ടികയിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ അയാൾ വോട്ടിങ്ങിൽ നിന്ന് മാത്രമേ പുറത്താവാൻ പാടുള്ളൂ. സുപ്രീം കോടതി അത് വ്യക്തമായി പറഞ്ഞു. സുപ്രീം കോടതി ഈ കാര്യത്തിൽ ചില അഴകുഴമ്പൻ നിലപാടുകൾ എടുത്തെങ്കിലും ഒരു കാര്യത്തിൽ വ്യക്തമായി പറഞ്ഞു, ഇത് പൗരത്വത്തിൻ്റെ മാനദണ്ഡമല്ല എന്ന് പറഞ്ഞു. SIR വോട്ടിംഗ് മാത്രമാണ്. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇയാൾ വോട്ട് ചെയ്യാൻ യോഗ്യനാണോ എന്ന് മാത്രമാണ്. അതാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ സംഭവിച്ചെന്താണ്? ഏറ്റവും ഒടുവിലുണ്ടായിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? SIRൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകൾ പൗരത്വം തെളിയിക്കുന്ന രേഖകളുമായി വരണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. പുറത്താക്കപ്പെട്ടതിൽ ഒരു വിഭാഗം ആളുകളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ആഭ്യന്തര വകുപ്പിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ അധികാര പരിധിയിൽ നിന്ന് പുറത്തോട്ട് പോവുകയാണ്, അതിനപ്പുറത്തേക്ക് പോവുകയാണ്. ഇതൊരിക്കലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകുന്നതല്ല, ഇത് ഭരണകൂടം തീരുമാനിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ വോട്ട് എന്ന് പറയുന്നത് പൗരത്വത്തിൻ്റെ ഘടകമായി മാറുകയും ഈ പല കാരണങ്ങൾ കൊണ്ട് പുറത്തായിരിക്കുന്ന മുഴുവൻ മനുഷ്യരും അവരുടെ പൗരത്വം തന്നെ തെളിയിക്കേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റാതെ വരുന്നു. ഈ ഭരണകൂടത്തിന് താല്പര്യമുള്ളവർക്കൊക്കെ വോട്ടുണ്ട്, താല്പര്യമില്ലാത്തവർക്ക് വോട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഈ വോട്ടിംഗ് സംവിധാനത്തെ തന്നെ എന്താക്കുകയാണ്, അട്ടിമറിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ജനാധിപത്യത്തിൻ്റെ വഴിയിലൂടെ ഫാഷിസം കടന്നു വരുന്നു എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. അതെ, നമ്മൾ ഇന്ന് ജീവിക്കുന്നത് പോലും ആർക്കൈവിൻ്റെ വേറൊരു തലമാണ്, നാളത്തെ ഒരു ചരിത്രം എന്ന് പറയുന്ന അർത്ഥത്തിൽ. ഇപ്പം നമ്മൾ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നോക്കുന്ന സമയത്ത് ഇപ്പം പുതുതായി വരുന്ന ചില ഓൺലൈനിലൂടെ സോഷ്യൽ മീഡിയ വഴിയാണെങ്കിൽ പോലും ഒരു പബ്ലിക് സമൂഹം നന്നായി എതിർത്ത കേരള സ്റ്റോറി പോലെയുള്ള ചില ചരിത്ര നിർമ്മിതികളൊക്കെ കൃത്രിമമായി ഉണ്ടാക്കി നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ഈ കഴിഞ്ഞു പോയ നല്ല വൈവിധ്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളുന്ന നല്ല മതസൗഹാർദ്ദം പുലർത്തിയിരുന്ന കേരളത്തിൻ്റെ ഒരു ചരിത്രമൊക്കെ ഒന്നും കൂടി നന്നായി പ്രകാശിപ്പിക്കണം എന്ന് തന്നെയല്ലേ നമ്മൾ വായിക്കേണ്ടത്. നമ്മുടെ ഒരു സാംസ്കാരിക മണ്ഡലം ആ അർത്ഥത്തിലേക്ക് പിന്നെ നമ്മുടെ ഈ വൈവിധ്യങ്ങളൊക്കെ ഒന്നും കൂടി എടുത്ത് പറയുകയും ആഘോഷിക്കുകയും ചെയ്യേണ്ട വളരെ നിർണായകമായ കാലത്ത് ആ ദൗത്യം പൂർണ്ണമായി നിർവഹിക്കുകയും അതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒക്കെയുള്ളത് നമ്മളൊന്ന് വിശകലനം ചെയ്ത് ചെയ്യേണ്ടതാണെന്ന് തോന്നുന്നു. ഉറപ്പായിട്ടും. ഇപ്പോൾ നമ്മുടെ ഭാഷ, ഇപ്പോൾ നമ്മൾ ഈ സാഹിത്യോത്സവിൽ കൂടുതലായി നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയുടെ ആവിഷ്കാരങ്ങളാണല്ലോ, കമ്മ്യൂണിക്കേഷനാണ്. ഈ ഭാഷ തന്നെ യഥാർത്ഥത്തിൽ ഏറ്റവും ബഹുസ്വരമായ ഒരു ഉൽപ്പന്നമാണ് അല്ലേ? മനുഷ്യ സാമൂഹികതയുടെ വലിയ ഒരു കോൺട്രിബ്യൂഷനാണ് ഭാഷ. ഭാഷയ്ക്കകത്ത് ആരൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു? എല്ലാത്തരം, ഇത് ഒരാളുടെ സ്വന്തം ഭാഷയല്ലത്. ഇപ്പം മുസ്ലിം കമ്മ്യൂണിറ്റി, അറബ് സംവിധാനത്തിൽ നിന്ന്, ഇവിടെ വന്നു പോയിട്ടുള്ള ആളുകളിൽ നിന്ന് ഒക്കെ കടമെടുത്തും കടം കൊടുത്തുമാണ് ഈ ഭാഷ രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. ഒരാൾക്ക് മാത്രമായി ഭാഷ ഉണ്ടാക്കാൻ കഴിയില്ല. രണ്ടാൾ സംസാരിക്കുമ്പോഴാണ് ഭാഷ ഉണ്ടാവുന്നത് അല്ലേ? നിങ്ങൾക്ക് ഞാനൊരു കത്ത് എഴുതുമ്പോഴാണ് അതിനൊരു അർത്ഥമുള്ള ആ ഭാഷയ്ക്ക് രൂപം ഉണ്ടാവുന്നത്. നിങ്ങൾ എഴുതിയൊരു കവിത ഞാൻ വായിക്കുമ്പോഴാണ്. അപ്പം നിങ്ങൾ കൂടി ഇല്ലാതെ സാധ്യമല്ല. അപ്പോൾ നമ്മൾ സാഹിത്യത്തിൻ്റെ ആവിഷ്കാരത്തിലൂടെ, കലയുടെ ആവിഷ്കാരത്തിലൂടെ ഉറപ്പായിട്ടും ഈ വിദ്വേഷത്തിനെതിരായ അതിശക്തമായ പോരാട്ടമാക്കി കലയെയും സാഹിത്യത്തെയും മാറ്റേണ്ടതുണ്ട്. കലയും സാഹിത്യവും ആസ്വാദനത്തിന് വേണ്ടിയുള്ള, കേവല ആസ്വാദനത്തിന് വേണ്ടിയുള്ള, രസിക്കാനുള്ള, രമിപ്പിക്കാനുള്ള ഒന്നായി നിൽക്കുക എന്ന് പറയുന്നത് ഈ കാലത്തോട് ചെയ്യുന്ന വലിയ അനീതിയായിരിക്കും. സാഹിത്യത്തിൻ്റെ നീതി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വിദ്വേഷത്തിനെതിരെ നിങ്ങൾ എന്തെങ്കിലും എഴുതിയോ എന്നാണ് ചോദ്യം. ഈ വിദ്വേഷത്തിൻ്റെ വിഷമിറക്കാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ എന്നാണ് ചോദ്യം. നിങ്ങൾ ഈ വിദ്വേഷത്തിൻ്റെ കാലത്ത് സൗഹൃദത്തിൻ്റെയും ഒരുമിച്ച് നിന്നതിൻ്റെയും ചരിത്രത്തെ വളരെ സൗന്ദര്യാത്മകമായി എഴുതിയോ എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് നല്ലൊരു ഭാഷ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പാടേണ്ട പാട്ട് ഏതാണ്? ഈ സൗഹൃദത്തിൻ്റെ പാട്ടാണ്. ഈ ജനത എങ്ങനെയാണ് ജീവിച്ചത് എന്ന് പിന്നെയും പറയേണ്ടിയിരിക്കുന്നു. കാരണം അതിവേഗം ഈ വിദ്വേഷം വ്യാപിക്കുകയാണ്. ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതം തോന്നും നമുക്ക്. ഇത്രയും പച്ചയിൽ വർഗീയത പറയാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? പച്ചയിൽ പണ്ടൊക്കെ ഒരു മറയുണ്ടായിരുന്നു. ആ മറ പൊളിച്ചു കളഞ്ഞിരിക്കുന്നു. നിങ്ങളെ അടച്ച് ഒരു കൂട്ടരെ ഡെമണൈസ് ചെയ്യുകയാണ്, രാക്ഷസവൽക്കരിക്കുകയാണ്, മാറ്റുകയാണ്. അവരുടെ ഭക്ഷണത്തെ, വേഷത്തെ, അവരുടെ ചിന്തയെ, അവരുടെ കുഞ്ഞുങ്ങളെ,
അല്ലേ, അവരുടെ പ്രത്യുൽപാദന ശേഷിയെ പോലും വലിയ തോതിൽ ആക്ഷേപിക്കുന്നൊരു കാലത്ത് ഇതായിരുന്നില്ല ഞങ്ങളുടെ ജീവിതമെന്ന് സ്വയം നമ്മുടെ പുതിയ തലമുറയെ ജെൻസി എന്നൊക്കെ പറയുന്നവരെ ബോധ്യപ്പെടുത്താനും അവരുടെ ഭാഷയെയും അവരുടെ ചിന്തയെയും ഈ രൂപത്തിൽ പരുവപ്പെടുത്താനും നമുക്കിത്തരം ഇരിപ്പുകൾ, സാഹിത്യോത്സവങ്ങൾ, സാഹിത്യ സംവിധാനങ്ങൾ ഉപകരിക്കും. ഡിജിറ്റൽ ആർക്കൈവിൻ്റെ തലത്തിലൂടെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ആണ് ഇപ്പോൾ മാഷേർ പറഞ്ഞ പോലെ നമ്മളുടെ വൈവിധ്യങ്ങളുടെ ഒരു സൗഹാർദ്ദത്തിൻ്റെയൊക്കെ ഒരു ഏരിയ ഉണ്ടാക്കിയെടുത്തത് ചിലപ്പോൾ നൂറ്റാണ്ടുകളുടെ പരിശ്രമം അതിൻ്റെ ഒരു തുടർച്ചയായിരിക്കും. അതെ, ഒരു നിമിഷ നേരം കൊണ്ട് അതിനെ ഇല്ലാതെയാക്കാനുള്ള പിന്നെ ആയുധങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴുണ്ട് എന്നുള്ളതാണ് വസ്തുത. തെറ്റിദ്ധരിപ്പിക്കാൻ ആവശ്യമായത്. ഇപ്പം പുതിയ തലമുറ മാഷ സൂചിപ്പിച്ചതുപോലെ അധിക സമയം എൻഗേജ്ഡ് ആകുന്ന ഒരു ഏരിയ എന്നുള്ള അർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിലുള്ള നമ്മളുടെ ഈ ഭാഗത്തുള്ള ഡിജിറ്റൽ ആർക്കൈവുകളെ കൂടി നമ്മൾ ആ അർത്ഥത്തിൽ നന്നായി വിനിയോഗിക്കേണ്ട കാലമാണെന്ന് തോന്നുന്നു. അതെ, പക്ഷേ ഞാനതിൽ അത്ര നിരാശനല്ല കേട്ടോ. അത് ഞാൻ പറയാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഈ ഡിജിറ്റൽ ലോകത്ത് കാണുന്ന വർഗീയത അതവിടെ ഉണ്ട് എന്നുള്ള സത്യമാണ്. അതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ അതേപോലെ എടുക്കുന്നു എന്നൊന്നും ഞാൻ കരുതുന്നില്ല കേട്ടോ. കുഞ്ഞുങ്ങളുടെ പുതിയ തലമുറയെ മുഴുവൻ അവർ ഇതൊക്കെ വീണ് കഴിഞ്ഞു അങ്ങനെയൊന്നും എനിക്ക് അഭിപ്രായമില്ല. ജീവിതം നിങ്ങൾ എത്രയൊക്കെ വിദ്വേഷം അതിലൊക്കെ വെതറിയാലും മനുഷ്യർ തമ്മിലുള്ള സ്വാഭാവികമായ മനുഷ്യത്വപരമായ ബന്ധങ്ങൾ, എംപത്തറ്റിക്കലായ ബന്ധങ്ങൾ ഉറപ്പായും മതത്തിൻ്റെയൊക്കെ ഈ പറഞ്ഞ വർഗീയതയുടെയൊക്കെ വേലിക്കെട്ടുകളെ തകർത്തുകൊണ്ട് മുന്നേറുക തന്നെ ചെയ്യും. അത് ഉറപ്പായിട്ടുണ്ടാകും. പക്ഷേ നമ്മുടെ ഒരു ബോധപൂർവമായ ശ്രമം കൂടി അതിനകത്ത് ഉണ്ടാവേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾ മനുഷ്യർ ഇപ്പം വലിയ കലാപത്തിൻ്റെയൊക്കെ ഭൂമികളിൽ തന്നെ എത്ര ഗംഭീരമായ സൗഹൃദങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഗുജറാത്ത് കലാപം, ഗുജറാത്ത് കലാപമല്ല, ഗുജറാത്ത് വംശഹത്യയാണ് അവിടെ നടന്നിട്ടുള്ളത്. ആ വംശഹത്യക്കിടയിൽ തന്നെ മനുഷ്യരെ സംരക്ഷിക്കുന്നവരുണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ നമ്മുടെ സംവിധാനത്ത് വർഗീയത പടർന്നു പിടിക്കുന്ന ഒരു കാലത്ത് തന്നെ അതിനെ ഡിഫ്യൂസ് ചെയ്യാൻ, അതിനെ നിർവീര്യമാക്കാൻ എത്രയോ ആളുകൾ നേരിട്ട് ഇറങ്ങുന്നില്ലേ? അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് മതേതരത്വമേ എങ്ങനെയെങ്കിലും തകർക്കാൻ പറ്റൂ. ഇപ്പം മതേതരത്വം എന്ന് പറയുന്നത് തീർച്ചയായും അതൊരു രാഷ്ട്രീയ ആശയമാണ്. എങ്ങനെയാണ് അത്? ഭരണകൂടത്തിന് മതമില്ല എന്നതാണ് യഥാർത്ഥത്തിൽ മതേതരത്വം എന്ന് പറയുന്ന ആശയം, സെക്യുലറിസം എന്ന് പറയുന്നത്. അത് നമ്മുടെ നാട്ടിലാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനലി ഇപ്പോൾ ഭരണഘടനയിൽ തന്നെ ഭരണഘടനാപരമായി ഉണ്ടായിട്ടുള്ളതാണ്. ഭരണകൂടം എന്നാണോ ഒരു മതഭരണകൂടമാവുന്നത്? ഇപ്പോൾ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ ഹിന്ദുത്വ ഭരണകൂടമാവുന്നത്. അപ്പോൾ ഭരണകൂടത്തിന് മതം ഉണ്ടായിരിക്കുന്നു, മതം. അപ്പോൾ മതേതരത്വം. പക്ഷെ മതസൗഹാർദ്ദം തകരില്ല. മതസൗഹാർദ്ദം എന്ന് പറയുന്നത് ഒരു സാമൂഹികമായ ആശയമാണ്. മനുഷ്യർ തമ്മിലുള്ള സൗഹൃദത്തിന് ഒരു മാറ്റം വരുന്നുണ്ടാവാം, ചില സംശയങ്ങൾ രൂപപ്പെടുന്നുണ്ടാവാം, ചില മാനിപ്പുലേഷൻസ് നിങ്ങൾ നടത്തുന്നുണ്ടാവാം. എന്നാലും മനുഷ്യൻ, എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു പ്രതീക്ഷ അതാണ്. ഇപ്പം എൻ്റെയൊക്കെ സൗഹൃദത്തിൽ തന്നെ ഞാൻ എപ്പോഴും ആലോചിക്കും, ശരിയാണല്ലോ, ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചിലർക്കൊക്കെ നമ്മൾ അതുപോലെ കാണാൻ ഇപ്പോൾ പറ്റുന്നില്ല. നമ്മുടെ പേരും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലവും ഒക്കെ അവരിച്ചിരി വേറെ നിലയിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും എല്ലാവരും അല്ല. ഞാൻ എപ്പോഴും നോക്കാറുണ്ട്, ഇപ്പോഴും ഈ വിദ്വേഷത്തെ, ഈ പ്രചാരണങ്ങളൊക്കെ പ്രതിരോധിച്ച് നിൽക്കുന്ന, ആ വിഷം തീണ്ടാതെ നിൽക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് എന്നുള്ളത് വളരെ ആവേശകരമായ കാര്യമാണ്. സാഹിത്യോത്സവിൻ്റെ തൊട്ടു മുമ്പ് SSF തന്നെ ആവിഷ്കരിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു, നമ്മൾ നാടായ കഥ എന്ന ശീർഷകത്തിൽ. അപ്പോൾ അതിൽ മുന്നോട്ട് വെച്ചൊരു ആശയം തന്നെ, നമ്മൾ സോഷ്യൽ മീഡിയയിലെ കമൻറ്റും അതിലെ ചില കണ്ടൻറ്റുകളും നോക്കി നെടുവീർപ്പെടുന്നതിന് പകരം നേരെ ഗ്രാമത്തിലിറങ്ങി നോക്കുന്ന സമയത്ത് അത്തരം ആളുകളെ നമ്മൾ പരിശോധിക്കുകയാണ്, ആളുകളുണ്ടോ എന്ന് പരിശോധിച്ച് കണ്ടെത്താണ്. സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ നമ്മളുടെ അൽഗോരിതങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് പലതും ഇങ്ങനെ കടന്നു വരുന്നുണ്ടാവും. അതേസമയം മാഷ് പറഞ്ഞതുപോലെ തന്നെ നമ്മളങ്ങനെ വല്ലാതെ നിരാശപ്പെട്ടുകൊണ്ട് പിന്തിരിയാൻ മാത്രം സമയമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. മതസമൂഹങ്ങൾ, എല്ലാ മതസമൂഹങ്ങൾക്കും അവരുടേതായ സംഭാവനകൾ ഉള്ളതുകൊണ്ടാണ് ഈ ഭരണകൂടത്തിൻ്റെ മതേതരത്വത്തിൽ എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചാലും ജനങ്ങൾക്കിടയിൽ മാറ്റം ഉണ്ടാവില്ല നമ്മൾ പറയുന്നത്. കേരളത്തിൽ അതിന് വലിയൊരു പങ്കുണ്ട്. ഞാനിപ്പോൾ നമ്മൾ ഒരു സംസ്ഥയുടെ ഒരു 100ാം വാർഷികത്തിനോടനുബന്ധിച്ചിട്ടുള്ള വേദി കൂടിയാണ് സാഹിത്യോത്സവം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ പൈതൃകത്തിൽ അതിന് വലിയൊരു അടയാളപ്പെടുത്തലുണ്ട്. ഇത് രണ്ടും നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഇപ്പം ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ ചില ഇടങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളുടെ മദ്രസ സംവിധാനങ്ങളെ പുതിയ കാലത്ത് ഇപ്പോൾ അടുത്തായിട്ടാണ് അതിനൊരു നെഗറ്റീവ് സൈഡിലേക്ക് വായിക്കുന്ന ചില ആളുകൾ കേരളത്തിൽ ചെറുതായി ഉണ്ടായി എന്നുള്ളത്. ഇപ്പോൾ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലെ മദ്രസയിൽ
വന്ദേമാതരം പാടണോ വേണ്ടേ എന്നുള്ള ചർച്ച പോലെയല്ല കേരളത്തിലേത് നമുക്കറിയാം. എന്നാൽ അതിനെ ആ അർത്ഥത്തിൽ വായിക്കുന്ന സമയത്ത് നമുക്കറിയാം സംസ്ഥയുടെ തന്നെ സംഭാവനയായിട്ടുള്ള കേരളത്തിലുള്ള ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ ചെറിയ പ്രാഥമിക വിദ്യാലയങ്ങൾ പോലെ പ്രവർത്തിക്കുന്ന മദ്രസകൾ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹത്തെ ഇவ்விധത്തിൽ ചിട്ടപ്പെടുത്തിയെടുക്കുന്നതിന് ആ സംവിധാനങ്ങൾക്ക് വലിയൊരു പങ്ക് വഹിച്ചിട്ടില്ലേ? സ്വഭാവ ശുദ്ധീകരണം അല്ലേ, അതിൻ്റെ അഖ്ലാഖ് നോക്കൂ, ഒരു മത പാഠശാലയിൽ എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ മദ്രസയിൽ വളരെ ആഴത്തിൽ പഠിച്ച ആളല്ല, കാരണം അന്നത്തെ ഒരു സാഹചര്യം കൊണ്ട് ഞാൻ അതിനൊരു അംഗവൈകല്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം കുറെ കൂടി മതം സീരിയസ് ആയി പഠിക്കേണ്ടിയിരുന്നു എന്നുള്ളത് ആ കാലത്ത് തന്നെ നമ്മളെന്താ പറയുക, ഫോർമലി പഠിക്കേണ്ടിയിരുന്നു. പിന്നീട് പഠിക്കുന്നത് ഇൻഫോർമൽ ആയിട്ടല്ല. അതിലൊരു പാഠം എന്താണ്? സ്വഭാവ ശുദ്ധീകരണമാണ്. അഖ്ലാഖ്. ഒരാൾ സ്വഭാവം ശുദ്ധീകരിക്കുന്നു. എന്താണ് ഈ ശുദ്ധീകരണം? നിങ്ങൾ സഹജീവി സ്നേഹമുള്ള ആളാവണം. നിങ്ങൾക്ക് രാവിലെ മുതൽ രാത്രി വരെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത്. നിങ്ങളൊരാളോട് ചിരി നിങ്ങൾക്ക് വലിയ മഹാദാനമാണ്. നിങ്ങൾ മറ്റൊരു നിങ്ങളൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ആ സമൂഹത്തിനകത്ത് നിങ്ങളുടെ കൈകൾ എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്, നിങ്ങളുടെ കാലുകൾ എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്, വഴിയോരങ്ങൾ എങ്ങനെ, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഇത് പഠിക്കുന്നു. ഇത് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് സമൂഹവുമായി ഏറ്റുമുട്ടുന്നത്. സമൂഹമായി ഏറ്റുമുട്ടുക അല്ലെ സമൂഹത്തെ പൂരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വൃത്തിയുള്ള മനുഷ്യർ, മനുഷ്യരോട് ചിരിക്കുന്ന ആളുകൾ, മനുഷ്യരെ സഹായിക്കുന്ന ആളുകൾ, നേരത്തെ നമ്മൾ പറഞ്ഞ എംപത്തറ്റിക്കലായ മനുഷ്യർ അല്ലേ, സഹതാപമല്ല അനുതാപമുള്ള മനുഷ്യരെ സൃഷ്ടിക്കുകയാണ് മദ്രസകൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക ആളുകൾ? അതിന് കുറച്ചൊക്കെ എൻഗേജ്മെൻറ്റിൻ്റെ പ്രശ്നം കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇത് അറിയുന്നില്ല, ഇതിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയാത്തതിൻ്റെ പ്രശ്നമുണ്ട്. ആ ഒരു അവസരം കൂടി ഇതിനകത്ത് ഉണ്ടാവണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഈ സംശയാലുക്കളായി മാറുന്നത് അങ്ങനെയാണ്. ഈ നമ്മളെപ്പോഴും അതാര്യമായിട്ട് ഇങ്ങനെ എന്തോ നിഗൂഢമായി നിൽക്കുമ്പോഴും ആളുകൾക്ക് ഇത് പ്രയാസം ഉണ്ടാകും. ഇപ്പം അറബിക് പദങ്ങളൊക്കെ കേൾക്കുമ്പോഴേക്കും ഇതെന്തോ ആണെന്ന് തോന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് വളം നൽകും. ഇതാണ് ചെയ്യുന്നതെന്ന് പറയൂ, ആളുകൾ കേൾക്കട്ടെ, ആളുകൾ മനസ്സിലാക്കട്ടെ, ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കട്ടെ. ഇപ്പോൾ സാഹിത്യോത്സവിൻ്റെ വേദിയിലേക്ക് നിങ്ങൾ എന്താണ് ഇത് കൊണ്ടുവരൂ. അപ്പോൾ അവർ സംസാരിക്കട്ടെ, നമ്മളായ കഥ പറയുമ്പോൾ ഇത് കേൾക്കട്ടെ. അപ്പം മദ്രസയിൽ അതാണ് ചെയ്യുന്നത്. ഇപ്പം നോക്കൂ, അതിനകത്ത് എന്താണ് പൗരബോധം വരെയുണ്ട്, സിവിക് കോൺഷ്യസ്നസ് പഠിപ്പിക്കുന്നുണ്ട്. വേറൊരർത്ഥത്തിൽ ഈ നിലവിലുള്ള ഭരണ സംവിധാനത്തോട് നിങ്ങൾ ട്രാഫിക് നിയമങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് നിയമങ്ങൾ പാലിക്കേണ്ടത്, നിങ്ങൾ ക്യൂ നിൽക്കണം, അതാണ് ക്യൂ നിൽക്കാൻ പരിശീലിക്കണം എന്ന് പറയുന്ന അച്ചടക്കത്തിൻ്റെ, ക്ഷമയുടെ, അസ്വബർ അല്ലെ, എന്താണ് അതാണ് അത് ക്ഷമയുടെ ഭാഗമാണ്. ക്ഷമിക്കണം, തട്ടിമാറ്റി പോവരുത്, ഇതൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പൊ വിശ്വാസം എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്ന അനുഷ്ഠാനങ്ങളല്ല. ഈ അനുഷ്ഠാനങ്ങൾ ഉറപ്പായിട്ടുണ്ട്, അനുഷ്ഠാനങ്ങൾ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഇയാൾക്കൊരു ചിട്ട വേണം. അനുഷ്ഠാനങ്ങളോടൊപ്പം അയാൾ എങ്ങനെയൊരു നല്ല മനുഷ്യനാവണം എന്നുകൂടി പഠിപ്പിക്കുന്നു. ആ മനുഷ്യൻ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നു. അങ്ങനെ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഏത് ജീവകാരുണ്യ പ്രവർത്തനത്തിലും അയാൾ ഉണ്ടാവും. മാത്രമല്ല അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ ഒരു 1000 ആളുകൾ ഒരു ഗ്രാമത്തിൽ മദ്രസയിലെ ഈ സ്വഭാവ ശുദ്ധീകരണം പഠിച്ചവരുണ്ടെങ്കിൽ അതെ, അവർ ജീവിക്കുന്ന സമൂഹം എല്ലാ മതവിഭാഗങ്ങളോടും കൂടിച്ചേർന്നിട്ടുള്ളതാണ്. എൻ്റെ ഏറ്റവും നല്ല സ്വഭാവ പ്രകടനം എന്ന് പറയുന്നത് മറ്റുള്ളവരൊക്കെ അത് സ്വാധീനിക്കുകയും ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതെ, മാതൃകയാക്കുന്നവരുണ്ടാവും, കൂടിച്ചേരുന്ന സമയത്തുണ്ടാകുന്ന സംഭവങ്ങളുണ്ടാവും. ആ അർത്ഥത്തിൽ അത് വലിയൊരു എനിക്ക് തോന്നുന്നു നമ്മുടെ പണ്ഡിതന്മാരുടെ ഒരു ദീർഘവീക്ഷണത്തിൽ നിന്ന് വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ആശയം തന്നെയാണ് ഈ മദ്രസ എന്ന് പറയുന്നത്. മദ്രസ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് രണ്ട് ഭാഗമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം. ഒന്ന്, അതിനൊരു സാമൂഹിക തലമുണ്ട്, ഉറപ്പായിട്ടൊരു മതപരമായ തലമുണ്ട്. മതപരമായ തലത്തിൽ എന്താണ്? നിങ്ങൾ മതത്തെ അതിൻ്റെ അടിത്തറയിൽ നിന്ന് പഠിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ഇന്റർനെറ്റിൽ നിന്ന് മാത്രം മതം പഠിക്കരുത്, വഴിവിടാൻ സാധ്യതയുണ്ട്. മതത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതിനെതിരായ പ്രതിരോധം അവിടെ ഉണ്ട്. മതത്തെ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോഴാണ് തീവ്ര നിലപാടുകൾ ഉണ്ടാവുന്നത്. അതാണ് തെറ്റിദ്ധാരണയ്ക്ക് ഇടവയ്ക്കുന്നത്, അതാണ് ഈ അവസരം കൊടുക്കുന്നത്. അതിലേക്ക് നിങ്ങൾ പോകരുത്. നിങ്ങൾ മതത്തെ ശരിയായ നിലയിൽ കാണണം. മതത്തിൽ നിർബന്ധ ബുദ്ധിയേ ഇല്ല. മതം ലളിതമാണ്. മതത്തിൽ സങ്കീർണതകളില്ല. മതത്തിൽ അകറ്റി നിർത്തലുകളില്ല. അത് വിശാലമായി തുറന്നു വെച്ചിരിക്കുന്നു എന്ന ഭാഗം പഠിപ്പിക്കുന്നു. അതാണ് പാരമ്പര്യത്തിൽ നിന്ന് പഠിക്കണം. ട്രഡീഷൻ കൈ ഒഴിയരുത്. നിങ്ങൾ പുതിയ വാദങ്ങളിനകത്ത് പുത്തൻ വാദം എന്ന് പറയുമ്പോൾ പുതിയ വാദങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരരുത്. അത് തീവ്ര നിലപാടുകളിലേക്ക് പോകും എന്നൊരു ഭാഗം പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ ഭാഗം എന്താണ്? അതിന് സാമൂഹിക തലമാണ്. ഒരു സമൂഹത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് വരുന്നു. ഇപ്പോൾ നമ്മളൊരു പണ്ഡിതനായ ഒരാൾ ഒരു സ്ഥലത്ത് ചെല്ലുന്നു.
അവരൊക്കെ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മുടെ കാന്തപുര ഉസ്താദ് അല്ലേ, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എത്ര ഇടങ്ങളിലാണ് ഒരു ദിവസം പോകുന്നത്. പൊതുജനങ്ങളുമായി എൻഗേജ് ചെയ്യണം. അതിൽ എല്ലാതരം മനുഷ്യരുണ്ട്. അവരെ ചെന്ന് കാണുന്നു, അവർ സാന്ത്വനം നൽകുന്നു. അപ്പം സാന്ത്വന പ്രവർത്തനം ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം ജീവകാരുണ്യ പ്രവർത്തനം ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഈ ആളുകളെയൊക്കെ ഇവർ ചെല്ലുന്നിടത്തൊക്കെ ഈ ആളുകളെ കാണും, അവരോടൊക്കെ നന്മയാണ് ഉപദേശിക്കുന്നത്. ഇതിനകത്ത് ഒരു നിഗൂഢതയുമില്ല. നിഗൂഢതമാക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെയും തുറന്നു കാണിക്കുന്നു. നമ്മൾ ഇപ്പം രാഷ്ട്രീയത്തിൽ നമ്മൾ ചില ചർച്ച ചെയ്യപ്പെടുന്ന ചില വിഷയങ്ങൾ പോലും ഉദാഹരണം എടുത്താൽ, നമ്മൾ കണ്ണൂരിലാണ് ഉള്ളത്, തലശ്ശേരി കലാപം ഇടയ്ക്കിടെ നമ്മൾ രാഷ്ട്രീയ ചർച്ചൻ്റെ ഭാഗമായി കേൾക്കുന്നതാണ്. അതേസമയം സമസ്തയുടെ പ്രസിഡൻ്റായിരുന്ന നൂറുൽ ഉലമ MA ഉസ്താദിൻ്റെ ജീവിതം വായിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ ചില ഏരിയ MA ഉസ്താദ് തലശ്ശേരി കലാപത്തിൻ്റെ കാലത്ത് അവിടെ പ്രയാസത്തിലായവരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി, ഒരു സംഘടനയെ താൽക്കാലികമായി ഉണ്ടാക്കി പ്രവർത്തിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പണ്ഡിതന്മാരുടെ ഒരു പൊതുജനങ്ങളുമായിട്ടുള്ള ഇടപെടൽ, ഒരു രീതി, അത് ഈ സമസ്തയുടെ 100ാം വാർഷികത്തിനോടനുബന്ധിച്ച് നമ്മൾ ആ അർത്ഥത്തിൽ ഒന്നും കൂടിയും കേരളീയ സമൂഹം മുസ്ലിം പണ്ഡിതന്മാരുടെ പ്രത്യേകിച്ച് ഈ ജനസമ്പർക്കത്തെ മനസ്സിലാക്കണം എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ മുസ്ലിം പണ്ഡിതന്മാർ എന്ന് പറഞ്ഞത്, ഇപ്പം നമ്മൾ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് വഴിയോരങ്ങളിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങളിൽ എല്ലാ മതവിഭാഗക്കാരും ഉണ്ടാവാറുണ്ട്. ഇപ്പോഴും മാഷ് നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ മതസമൂഹം, യഥാർത്ഥത്തിൽ മതാനുഷ്ഠിക്കുന്ന സമൂഹം ആ വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളാനും അവരെ ചേർത്ത് പിടിക്കാനുള്ളതിൻ്റെ നല്ല ഉദാഹരണമാണത്. ഷുവർ. കാരണം അതാ ഞാൻ യഥാർത്ഥത്തിൽ മതം അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു വർഗീയവാദിയാവാൻ കഴിയില്ല. അത് പറയുന്നേ വേണം. അത് നമ്മുടെ ജീവിതത്തിൽ കാണുന്നതാണ്. എൻ്റെ ഒരു സുഹൃത്ത് തമാശയായിട്ട് പറയും, അവരിങ്ങനെ ഒരു ക്രൗഡ് ഫണ്ട്, വലിയൊരു ഫണ്ട് ശേഖരിക്കാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞു, അവരൊരു സ്ഥലത്ത്, ഇത് പറഞ്ഞ കാര്യമാണ്, സ്ഥലത്ത് വലിയ മിനാരം കണ്ടു. അവരിങ്ങനെ പോകുമ്പോൾ തന്നെ വലിയ മിനാരം, ഈ മിനാരത്തിന് അങ്ങനെ ഒരു സവിശേഷത ഉണ്ടല്ലോ, ഇതാ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു എന്താണ്, നിങ്ങൾ മറച്ചു വെക്കപ്പെടാതിനുള്ളൊരു പ്രതിരോധമാണ് മിനാരം എന്നുള്ളത്. അത് ഉയർന്നു നിൽക്കുന്നു. ഇപ്പോൾ ചില രാജ്യങ്ങളൊക്കെ മിനാരം നിരോധിച്ചതിൻ്റെ കാര്യം അതാണ്. കാരണം ഇപ്പോഴും നമ്മളെ പൈതൃകങ്ങളിൽ മിനാറുണ്ട്, പഴയ പള്ളികളുടെ മുകളിലുള്ള നിൽക്കുന്നു. ഈ മിനാരം കണ്ടപ്പോൾ ഇയാൾ പറഞ്ഞു, ഇവിടെ നന്നായിട്ട് നമുക്ക് പൈസ കിട്ടും. അത് അയാളുടെ ഒരു പിരിവിന്റെ തലത്തിൽ പറഞ്ഞതാണ്. സത്യമാണ് പറയുന്നത്, സത്യമാണ്. കാരണം കൊടുക്കുക എന്ന് പറയുന്നത് ഈ സംസ്കാരത്തിലുള്ളതാണ്. അതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ പറയുന്ന കാര്യമാണ്, ഈ പണ്ഡിതരുടെ ഇടപെടലുകൾ, അവരുടെ ഇടപഴകലുകൾ, ഈ വിദ്യാഭ്യാസ സംവിധാനം, ഇതാണ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സാഹിത്യോത്സവമൊക്കെ തന്നെ ചെയ്യുന്ന അതാണ്. ഈ അവിടെ എന്താണ് പറയുന്നത്, പിന്നെ ഇത് വളരെ സുതാര്യമാണ് യഥാർത്ഥത്തിനകത്ത്. അതാണ് നമ്മൾ പൊതുസമൂഹത്തോട് നമുക്ക് പറയാനുള്ളത്. നമുക്കെന്നല്ല, ഞാനടക്കമുള്ള ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അതാണ്. അതിനകത്ത് കയറി നിങ്ങൾ നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലൊന്നും ഇല്ല, ഒന്നും മറച്ചു വെക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെയൊക്കെ പ്രസിദ്ധീകരണങ്ങൾ തന്നെ നോക്കാം, നമ്മൾ വേറെ ആളുകൾ ഇതിലേക്ക് എൻഗേജ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അവർ എൻഗേജ് ചെയ്യിക്കുകയാണ്. നമ്മുടെ സാഹിത്യോത്സവത്തിൽ എത്രമാത്രം സാഹിത്യകാരന്മാരും എഴുത്തുകാരുമാണ് വന്നു പോകുന്നത്. തീർച്ചയായും അവരുടെ ആശയഗതികൾ അവർക്ക് സ്വതന്ത്രമായി പറയാം. അത് പറഞ്ഞു പോകുമ്പോൾ അവർ നമ്മളെ പരിചയപ്പെടുത്തുന്ന കൂടിയുണ്ട്, ഈ സമൂഹത്തെ പരിചയപ്പെടുന്നുണ്ട്. ആ കൊടുക്കൽ വാങ്ങലുകൾ ആശയാണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ രീതികളാണെങ്കിലും അങ്ങനെയാണല്ലോ പരിചയപ്പെടുക. അർത്ഥത്തിൽ അതും നമ്മളുടെ ഒരു പഴയ കാല ചരിത്രത്തിന്റെ തുടർച്ചയാണ്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കുമിളയല്ല, അല്ലെങ്കിൽ അവിടെ കാണുന്ന നിറങ്ങൾ മാത്രമല്ല, നമ്മളുടെ ഒരു പഴയ പണ്ഡിതന്മാരും പൊതുജനങ്ങളായി കൂടിച്ചേർന്നിട്ടുള്ള നല്ലൊരു പൈതൃകത്തിൻ്റെ ചരിത്രങ്ങളാണ് മുഴുവനുള്ളത്. പുതിയൊരു സമൂഹത്തിൻ്റെ അടുത്തേക്ക്, നമ്മളെ ജൻസി എന്ന് മാഷ് നേരത്തെ സൂചിപ്പിച്ച ആ സമൂഹത്തിനെയും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളിത് ഒന്നും കൂടി ആവിഷ്കരിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ള ഒരു ബാധ്യതയാണ് യഥാർത്ഥത്തിൽ കേരളീയ പൊതുസമൂഹത്തിന് തന്നെ ഉള്ളത് എന്നാണ് തോന്നുന്നത്. ഈ ആർക്കൈവിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുന്ന സമയത്ത് നല്ല ചരിത്രങ്ങളുണ്ട്, നമ്മളുടെ ദൃഷ്ടിയിൽ നിന്നും ചിലതൊക്കെ മാഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ള ആശങ്കയുണ്ട്. ചരിത്രത്തിനെതിരായ വലിയ ആക്രമണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗൗരവപ്പെട്ട് കാണേണ്ട കാര്യമാണ്. ചരിത്രത്തെ വളച്ചൊടിക്കുക, ഡിസ്റ്റോർട്ടഡ് ആയ ഒരു ചരിത്രം ഉണ്ടാക്കുക. ഇപ്പോൾ ചരിത്ര വായനകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ റീറൈറ്റിംഗ് ദ ഹിസ്റ്ററി നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുന്നതല്ല. ഇപ്പോൾ മാർക്സിസ്റ്റ് വീക്ഷണം ഉണ്ടാവാം, ഇമ്പീരിയലിസ്റ്റിക് വീക്ഷണം ഉണ്ടായിട്ടുണ്ട്, ഓറിയൻ്റൽ വീക്ഷണം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യ ചരിത്രത്തെ തന്നെ പലതരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഒരു ചരിത്ര പുനർവായന, റീറൈറ്റിംഗ് ദ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഡിലീഷൻ ഓഫ് ഹിസ്റ്ററിയാണ്.
അതെന്തല്ല, ഒരു ആംഗിളിൽ കാണുകയല്ല. ഉദാഹരണത്തിന് ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ഈ ഒബ്ജക്റ്റിനെ നിങ്ങൾക്ക് എന്താക്കാം, പല ആംഗിളിൽ നിന്ന് കാണാം. ഓക്കെ, ഈ ഒബ്ജക്റ്റിനെ തന്നെ എടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് പ്രശ്നം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നമ്മൾ വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ SSF ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ സഫ്രണൈസേഷൻ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന കാവ്യവത്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. അതെന്തോ രാഷ്ട്രീയ ആക്രമണമൊന്നുമല്ല, അത് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റത്തെ സൂചിപ്പിക്കുന്ന പദമാണ്. എന്താണ് സംഭവിക്കുന്നത്? ഇവർ 4 തരത്തിൽ ഇപ്പോൾ നമ്മൾ NCERTയുടെ ടെക്സ്റ്റ് ബുക്കുകളുടെ വിവാദമൊക്കെ നമ്മൾ കണ്ടു. ടിപ്പു സുൽത്താൻ എന്നിടത്തു നിന്ന് മഹാനായ എടുത്തൊഴിവാക്കുന്നു. വളരെ ലളിതമാണ് കാര്യം, ലളിതമാണ്. അക്ബർ എന്നിടത്തു നിന്ന് മഹാനായ എന്ന പദം എടുത്തൊഴിവാക്കുന്നു. സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറയുമ്പോൾ റെവല്യൂഷണറീസ് എന്ന് പറയുന്ന ഒരു ഭാഗം കൊണ്ടുവരുന്നു. കേട്ടാൽ വിചാരിക്കും വിപ്ലവകാരികൾ. അപ്പം അതിനകത്ത് ആരൊക്കെ ഉള്ളത്? സവർക്കറാണുള്ളത്, അതിനകത്ത് ഭഗത് സിംഗിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബാലഗംഗാധര തിലകിനെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഭരണാധികാരികളുടെ കാര്യം വരുമ്പോൾ പട്ടേലിനെ എടുത്തിട്ടുണ്ട്. പട്ടേലിനെ എടുത്താണ് എന്താ കുഴപ്പം? നമ്മുടെ ആഭ്യന്തരമന്ത്രിയല്ലേ, ഇന്ത്യൻ യൂണിഫിക്കേഷൻ നടത്തിയ ആളല്ലേ. പക്ഷെ പട്ടേലിനെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു, നിങ്ങൾ ഗാന്ധിയെ താഴേക്കാക്കുന്നു, നിങ്ങൾ നെഹ്റുവിനെ കൊള്ളൂല. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഹിസ്റ്ററി റെവല്യൂഷണറീസ് എന്ന് പറയുന്ന ഒരു പാഠഭാഗത്തിനകത്ത് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് ആയുധമെടുത്തവരെ മാത്രമാണ്, അല്ലെങ്കിൽ വളരെ അഗ്രസീവായ ആശയങ്ങൾ മുന്നോട്ട് വെച്ചവരെയാണ്. ഇന്ത്യയുടെ ഒരു ആകത്തുക എടുത്താൽ നിങ്ങൾക്ക് ഗാന്ധി എങ്ങനെയാണ് മാറ്റാൻ നോക്കുക? അപ്പോൾ ഗാന്ധിയുടെ ഫോക്കസ് മാറ്റിക്കളയുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് വേറൊരു സ്വഭാവം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചരിത്രത്തെ തന്നെ അവർ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇന്ത്യൻ ചരിത്രത്തെ തന്നെ ഇപ്പം നേരത്തെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ കൊണ്ടുവന്നതുപോലെ മുസ്ലിം പീരീഡ്, ഹിന്ദു പീരീഡ്, സ്വതന്ത്ര ഇന്ത്യ എന്ന രൂപത്തിൽ ബ്രിട്ടീഷ് പീരീഡ് എന്നാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഹിന്ദു പീരീഡ് എന്നൊരു പീരീഡ് കൊണ്ടുവരികയാണ്. നമ്മളിതൊന്നും വർഗീയതല്ല, ഇത് രാഷ്ട്രീയമാണ് ഈ പറയുന്നത്. അങ്ങനെ ഒരു പീരീഡ് ഇല്ല. അങ്ങനെ ഒരു പീരീഡ് കൊണ്ടുവരികയാണ്. ആ രാജഭരണം അത് ഭയങ്കര ഗോൾഡൻ ഏജ് ആയിട്ട് കൊണ്ടുവരികയാണ്. മുഗൾ രാജവംശത്തിൻ്റെ കാലത്തെ ഏറ്റവും മോശമായി ചിത്രീകരിക്കുകയാണ്. ഇത് കുട്ടികൾ പഠിക്കുകയാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിന് എന്താണ് പ്രാധാന്യം? ടെക്സ്റ്റ് ബുക്ക് ആ കുട്ടികളുടെ അവബോധത്തെ നിശ്ചയിക്കുന്ന ഘടകമാണ്. നിങ്ങളൊരു പക്ഷേ പിന്നീട് ഒരു പരന്ന വായനക്ക് ഒരു കുട്ടി തയ്യാറായിക്കൊള്ളണമെന്നില്ല, അന്വേഷിച്ച് കണ്ടെത്താൻ ഒരു കുഞ്ഞ് തയ്യാറായിക്കൊള്ളുന്നില്ല. ഭാവനാത്മകമായ നല്ല ഗംഭീരമായ ഒരു ടീച്ചർ ഇല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് കുട്ടി സഞ്ചരിച്ചോളുന്നില്ല. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിൽക്കും. നമ്മൾ പല കാര്യങ്ങളും ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണല്ലോ പഠിച്ചത്. ഈ ടെക്സ്റ്റ് ബുക്കിനെ വളച്ചൊടിക്കുക വഴി വലിയ മാറ്റങ്ങൾ വരുത്തുകയാണ്. മിത്തിഫിക്കേഷൻ ഓഫ് കൗ കൊണ്ടുവരികയാണ്. പശു എങ്ങനെയാണ് ഈ വരുന്നത്? ആർക്കും എതിർപ്പില്ല. പശുവിനെ ആരെങ്കിലും അങ്ങനെ ആദരിക്കുന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവും ആർക്കുമില്ല, ആരുമായി ഏറ്റുമുട്ടുന്നില്ല. പക്ഷെ അതെങ്ങനെയാണ് വേറൊരു വിഭാഗത്തെ കൊല്ലുന്നതിനും മാറ്റുന്നതിനുള്ള ഞങ്ങൾ പത്രക്കാരൊക്കെ അനുഭവിക്കുന്ന വലിയ പ്രശ്നമാണ്. പശു ഇറച്ചി സൂക്ഷിച്ചു എന്ന് ആരോപിച്ച് ഇയാളെ കൊന്നു, അഖിലാഖിനെ കൊന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം പശു ഇറച്ചി അയാൾ ശരിക്കും സൂക്ഷിച്ചിനെ കൊല്ലാമെന്നാണ്. പശു ഇറച്ചി സൂക്ഷിച്ചതിന് എന്ന് ആരോപിച്ച് കൊന്നു എന്ന് ആ വാക്കിന് തന്നെ ഒരു പ്രശ്നമുണ്ട്. ആരോപിച്ചാൽ പിന്നെ അവിടെ ശരിക്കും ഉണ്ടായിരുന്നെങ്കിൽ കൊല്ലാമെന്നാണ്. ആർക്കാണ് ഇത് അവകാശം? പശു ഗുണ്ടാ സംഘങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അപ്പം മിത്തിഫിക്കേഷൻ ഇത് ഉണ്ടാക്കുന്നു. അതുപോലെ നമ്മുടെ വേദിക് പീരീഡിനെ എല്ലാ സയൻറ്റിഫിക് അച്ചീവ്മെൻറ്റ്സും വേദിക് പീരീഡിൽ നിന്ന് വന്നതാണ് എന്ന് കൊണ്ടുവരുന്നു, ബോധപൂർവം കൊണ്ടുവരുന്നു. അതിന് സമിതികൾ ഉണ്ടാകുന്നു, നമ്മുടെ കരിക്കുലം ഫ്രെയിംവർക്കൊക്കെ ആ തരത്തിൽ പോകുന്നു. അപ്പോൾ ചരിത്രത്തെ നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ട് ഇത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കൂട്ടർ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ നേരത്തെ പൗരത്വത്തിൽ നിന്ന് വെട്ടിമാറ്റുന്നത് പോലെ തന്നെയാണ്. അങ്ങനെ ഒരു കൂട്ടർ ഇവിടെ ഉണ്ടായിരുന്നോ? ഒരു മുഗൾ ഭരണകൂടം ഇവിടെ ഉണ്ടായിരുന്നോ? കുത്തബ് മിനാർ എന്ന് പറഞ്ഞ സംഗതി ആരാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? താജ്മഹലിന് ഒരു തേജോ മഹൽ കൊണ്ടുവരികയാണ്. അപ്പം അതുപോലെ സ്ഥലനാമങ്ങൾ നിങ്ങൾ നോക്കൂ. ഇലാഹാബാദിനെ വേറൊരു പേരിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ പേരവിടെ നിൽക്കുമ്പോൾ ഒരു ചരിത്രം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ചരിത്ര വസ്തുത നിൽക്കും. ആ പേരിനെ നിങ്ങൾ മാറ്റുന്നതോടുകൂടി വിസ്മൃതിയിലേക്ക് പോവുകയാണ്. അപ്പം ചരിത്രത്തെ വളച്ചൊടിക്കുക എന്നല്ല ഞാൻ പറയുന്നത്, ചരിത്രത്തെ ഡിലീറ്റ് ചെയ്ത് കളയുക, ചരിത്രത്തെ ആർക്കൈവ് ചെയ്ത് കളയുക, മറച്ചു കളയുക. നമ്മൾ പറഞ്ഞതിലേക്ക് തുടങ്ങിയതിലേക്കാണ് നമ്മളിപ്പോൾ എത്തുന്നത്. അതെ, അതായത് ഭരണകൂടങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിലവിലുള്ള ഡാറ്റകളെ പ്രയോഗിക്കുകയും അവരുടെ ഭാവി ആസൂത്രണത്തിനനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാണ്. ഇതിന്റെ കുറേ ഉദാഹരണങ്ങളാണ് മാഷ് പറഞ്ഞു. തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. സാമ്പത്തിക ശാസ്ത്രത്തിൽ വരെ നടക്കുന്നുണ്ട്, വളരെ രസകരമാണ്. ഇപ്പം GDP-യിൽ ഇന്ത്യ 6ാം സ്ഥാനത്തെത്തി.
വസ്തുതയാണ്, ഡാറ്റയാണ്, നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷെ എന്താ പ്രശ്നം? യഥാർത്ഥത്തിൽ എന്താ? പെർ ക്യാപിറ്റ GDP യിൽ നമ്മൾ ബംഗ്ലാദേശിനേക്കാൾ താഴെയാണ് നമ്മളുള്ളത്. എന്തൊരു മനോഹരമാണ് ആർക്കൈവ് ചെയ്തിരിക്കുന്നത്. മീൻസ് എടുത്തു വെക്കുകയല്ല, മറച്ചിരിക്കുന്നത്, മാസ്ക് ചെയ്തത് നോക്കൂ. നിങ്ങളൊരു സത്യത്തെ മാസ്ക് ചെയ്യുന്നത് എത്ര ഭംഗിയായിട്ടാണ്. ഇന്ത്യ ഒരു വൻശക്തിയാണ്. 6ാം സ്ഥാനത്ത്. അഭിമാനമേ ഉള്ളൂ. ഇന്ത്യ വൻശക്തി ആകുന്നതിൽ നമ്മൾ ഇന്ത്യക്കാരനല്ലേ? അയ്യോ, നമ്മൾ ഇന്ത്യക്കാരനാണ്. നമ്മൾ 6ാം സ്ഥാനത്താകുന്നതിൽ നമ്മൾ അഭിമാനിക്കല്ലേ ചെയ്യുന്നത്, ഗംഭീരമായിട്ട് ആലോചന. പക്ഷേ വസ്തുത ഇവിടെ ഇരിക്കല്ലേ, ഈ പെർ ക്യാപിറ്റ GDP യുടെ എത്ര പങ്ക് എനിക്ക് കിട്ടുന്നുണ്ട് അല്ലേ? ഒരു പണിക്ക് പോകുന്ന ഒരാൾ ചോദിക്കുകയാണ്, ഗംഭീരം അല്ലേ? ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ തന്നെ ഉണ്ടായ കൺഫ്യൂഷനാണത്. സ്വാതന്ത്ര്യ ദിനത്തിൽ അന്നത്തെ ഈ പഴയ രീതിയിലുള്ള ട്രെയിനിൽ ആളുകൾ പൈസ കൊടുത്തില്ല. അപ്പം എന്താ പൈസ കൊടുക്കാത്തത്? അല്ല, സ്വാതന്ത്ര്യം കിട്ടില്ലേ, പൈസ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പലതിനെയും വ്യാഖ്യാനിക്കുന്നത്, ഇന്ത്യ 1ാം സ്ഥാനത്തെത്തി എന്നതിനെ നമ്മൾ വ്യാഖ്യാനിക്കുന്നത് അത് എൻ്റെ ജീവിതത്തിൽ കാണുന്നില്ലല്ലോ, അവിടെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ചരിത്രത്തിൽ, സാമ്പത്തിക ശാസ്ത്രത്തിൽ, നമ്മുടെ മീഡിയയിൽ നിങ്ങൾ നോക്കൂ. മീഡിയയിൽ അതിലൊക്കെ അല്ലേ, അതാണ് ഏതായാലും മാഷ് ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ്, ദീർഘമായ പരിചയമുണ്ട്. ഈ ചരിത്രത്തിലെ വക്രീകരണങ്ങൾക്ക് അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകൾ, അത് ഇന്ന് മീഡിയയിൽ വരുന്ന ഓരോ പദങ്ങളും നാളത്തെ സമൂഹത്തിനും കൂടി കിട്ടുന്ന ഒരു ആർക്കൈവാണ്, ആർക്കൈവ് ഫോൾഡർ തന്നെയാണ്. ഇതിൽ മീഡിയയുടെ ഒരു റോൾ എന്താ ശരിക്കും? നമ്മുടെ കേരളത്തിൽ സാമാന്യം മെച്ചമാണ് കേട്ടോ. ഞാൻ ഇതിനകത്ത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കേണ്ടാച്ചി പറയുന്നതല്ല, സാമാന്യം മെച്ചമാണ് കേരളത്തിൽ. അങ്ങനെ മറച്ചു വെക്കാൻ പറ്റില്ല. അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറയും, ഉറപ്പായിട്ടും പറയും. പൊതുസമൂഹത്തിന്റെ ഒരു എന്താ പറയുക, അവബോധവും അതുണ്ട്. ഒരു മാധ്യമ സാക്ഷരത നമ്മുടെ സമൂഹത്തിനുണ്ട്. മാധ്യമങ്ങളെ ഒരു വിമർശനാത്മകമായി കാണുന്ന ഒരു സമീപനം ഉള്ളതുകൊണ്ട് അങ്ങനെ അല്ലല്ലോ എന്ന് ചിന്തിക്കും. ഓൾ ഇന്ത്യ ലെവലിൽ അതല്ല സ്ഥിതി. ദേശീയ തലത്തിൽ പല വാർത്തകളും നിങ്ങൾ കാണുകയേയില്ല, നിങ്ങൾ തിരഞ്ഞാൽ കാണൂല. ഞാനൊരു മാധ്യമ പ്രവർത്തനത്തിൽ ഞാൻ പറയാം, പലപ്പോഴും നമുക്ക് ഏജൻസികളെ ആശ്രയിക്കേണ്ടി വരും. എല്ലായിടത്തും നമുക്ക് റിപ്പോർട്ടേഴ്സ് ഇല്ല. അപ്പോൾ ഒരു വാർത്ത ഉണ്ട് എന്ന് നമ്മൾ ആരോ അലേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വാർത്ത ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. രാഹുൽ ഗാന്ധിയെക്കുറിച്ച് നിങ്ങൾക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ ഇപ്പം രാഹുൽ ഗാന്ധി ചൗക്കിദാർ ചോർഹെ എന്നൊരു മുദ്രാവാക്യം വിളിക്കുമ്പോൾ മീഡിയ എങ്ങനെയാണ് അത് റിപ്പോർട്ട് ചെയ്തത്? രാഹുൽ ഗാന്ധി പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. റാഫേൽ അഴിമതി രാഹുൽ ഗാന്ധിയുടെ ആരോപണമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ മീഡിയ അങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത്. മീഡിയ ചെയ്യേണ്ടത് എന്താണ്? അങ്ങനെ ഒരു അഴിമതി ആരോപണം ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പോൾ 2G സ്പെക്ട്രം അഴിമതി കൊണ്ടുവന്നു, കോമൺവെൽത്ത് അഴിമതി മീഡിയയുടെ വലിയ കൊടുങ്കാറ്റായിരുന്നു. എന്നാൽ ഈ സർക്കാർ ഒരു അഴിമതിയും ചെയ്യുന്നില്ല എന്നാണോ? അല്ല. ഒരു അഴിമതി എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ഒരു അഴിമതി ചെയ്ത് ഗംഭീരമായ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതിമനോഹരമായിട്ടാണ് പണി ചെയ്യുന്നത്. അതിമനോഹരമായ അഴിമതി വല്ലാത്തൊരു വാക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആരും കാണുന്നില്ല. കാണുന്ന എന്താ? മാസ്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. മീഡിയക്ക് താല്പര്യങ്ങൾ, മീഡിയയുടെ പദാവലികൾ, മീഡിയ ലൗഡ് ചെയ്യുന്നത്, എന്താണ് എടുക്കുന്നത് അല്ലേ? നോക്കൂ, നമ്മുടെ പ്രധാനമന്ത്രിയും കടൽ തീരത്തുനിന്ന് പടം എടുക്കുന്നത് നമുക്കാർക്കും എതിർപ്പുണ്ടോ? ഇല്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു പ്രധാനമന്ത്രിയെ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് അല്ലേ? അദ്ദേഹത്തിൻ്റെ ആംഗിൾസ് ആണോ നമ്മൾ എടുക്കേണ്ടത്? എടുത്തോളൂ. പക്ഷേ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തോട് ചോദ്യങ്ങളില്ലാത്തത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തെ ചോദ്യങ്ങളിലേക്ക് കൊണ്ടുവരാത്തത് എന്തുകൊണ്ടാണ്? അപ്പം മീഡിയ ഈ പണി വളരെ നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. വർഗീയത പടർത്തുന്നതിൽ മീഡിയ വലിയ തോതിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഹിന്ദു അല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഹിന്ദുത്വ ആശയഗതികൾ പടർത്തുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നു. ഈ പറഞ്ഞതുപോലെ ഇപ്പം ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് പല അന്ധവിശ്വാസങ്ങൾ കൊണ്ടുവരുന്നതിന് വലിയ പ്രാധാന്യം മീഡിയ കൊടുക്കുന്നു. അക്ഷയ തൃതീയ എന്ന് പറയുന്നത് സ്വർണം വാങ്ങാനുള്ള സമയമാണ് എന്ന് മീഡിയയാണ് പടർത്തുന്നത്. സത്യത്തിൽ അക്ഷയ തൃതീയ എന്ന വിത്തിടാനുള്ള സമയമാണ്. ഞാൻ ഒരു പദാവലി, ഒരു സാധനം മീഡിയ കൊണ്ടുവരുന്നത് വളരെ തന്ത്രപരമായിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ മീഡിയ ഇപ്പോൾ നിഷ്പക്ഷത എന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഒരു പക്ഷം പറയുന്നത് ഒരു വലിപ്പത്തിൽ കൊടുക്കും, മറ്റൊരു പക്ഷം പറയുന്നത് ഇപ്പം VD സതീശൻ പറയുന്നു പുറത്ത് മഴ പെയ്യുന്നുണ്ട്, നമ്മൾ പുറത്ത് മഴ പെയ്യുന്നുണ്ട് എന്നൊരു കോളം കൊടുക്കും. പിണറായി വിജയൻ പറയുന്നു പുറത്ത് മഴ പെയ്യുന്നില്ല, അപ്പം നമ്മളൊരു കോളം കൊടുക്കും. ഓക്കെ, ശരിക്കും മീഡിയ എന്താ ചെയ്യേണ്ടത്? ജനൽ തുറന്ന് നോക്കണം പുറത്ത് മഴ പെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്, എന്നിട്ട് അത് റിപ്പോർട്ട് ചെയ്യണം. അതാണ് യഥാർത്ഥത്തിലുള്ള നിഷ്പക്ഷത എന്ന് പറയുന്നത്. മീഡിയ ദളിതുകളുടെ ജീവിതത്തെ, മുസ്ലിങ്ങളുടെ ജീവിതത്തെ, മാറ്റി നിർത്തപ്പെട്ടവരുടെ ജീവിതത്തെയൊക്കെ
സർക്കുലേഷൻ കൂട്ടാൻ ഉപകരിക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ എന്താണ് അതിനൊരു വ്യൂവർഷിപ്പിൻ്റെ ഒക്കെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുന്നു? മാറ്റി നിർത്തുന്നു, ബോധപൂർവവും മാറ്റി നിർത്തുന്നു. അപ്പം മീഡിയ ഈ മാസ്കിങ് നടത്തുന്നുണ്ട്. നിങ്ങൾ കുറേ കാലം കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ പിന്നീട് മീഡിയ റിപ്പോർട്ട്സ് നോക്കുമ്പോൾ ഭയങ്കരമായി വളച്ചൊടിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. ഇപ്പോൾ ബാബരി മസ്ജിദിനെ തർക്കഭൂമി എന്ന് പ്രയോഗിച്ചത് നമ്മുടെ മാധ്യമങ്ങളാണ്. തിരുത്ത് എന്നൊരു കഥ NS മാധവൻ എഴുതുന്നത് കൊണ്ടാണ് തർക്കഭൂമി എന്ന് വെട്ടുമ്പോഴാണ് അതൊരു എഡിറ്ററായി മാറുന്നത്. ഈ എഡിറ്റോറിയൽ ചിന്തയുള്ള, അല്ലേ, മാസ്ക് ചെയ്യപ്പെടുന്ന വിവരങ്ങളെ പുറത്തേക്ക് വരണം, സത്യത്തെ പരമാവധി ഞാൻ പുറത്തേക്ക് കൊണ്ടുവരണം എന്ന് ചിന്തയുള്ള എഡിറ്റർമാരും ജേർണലിസ്റ്റുകളും ഉണ്ടാവുകയും അത്തരം ആളുകളെ നമ്മൾ പിന്തുണക്കുകയാണ് വേണ്ടത്. അപ്പം ഇതിനകത്ത് മീഡിയനെ മാത്രം ആക്ഷേപിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം നിങ്ങളിങ്ങനെ സത്യമൊക്കെ പറയുന്ന, ആഴത്തിൽ കാര്യങ്ങൾ പറയുന്ന, ഞാൻ പേരൊന്നും പറയുന്നില്ല, അപ്പം നമ്മൾ പല വെബ്സൈറ്റുകളും, അത്തരം വെബ്സൈറ്റുകൾ ഉണ്ട്. ഇപ്പം ആൾട്ട് ന്യൂസ്, അങ്ങനെ പലതരം വെബ്സൈറ്റുകൾ ഉണ്ട്, കാരവൻ ഒക്കെ ഉണ്ട്, അവരൊക്കെ ഉണ്ട്. അവർക്കൊന്നും കാഴ്ചക്കാരില്ല, അവർക്ക് വായനക്കാരില്ല, അവരെ ആരും പിന്തുണക്കുന്നില്ല. അപ്പോൾ ഈ ബദൽ മാധ്യമങ്ങളെ, പോരടിച്ച് നിൽക്കുന്ന മാധ്യമങ്ങളെ പിന്തുണക്കാനുള്ള ബാധ്യത കൂടി ആർക്കുണ്ടാവണം? നമുക്കുണ്ടാവണം. അപ്പോൾ മാത്രമേ അവർക്കൊരു ധൈര്യം കിട്ടുകയുള്ളൂ. ഇത് സംഭവിക്കുന്നത് എന്താണ്? നമ്മളും ഈ പറഞ്ഞ ഷുഗർ കോട്ടഡായ, വളരെ രസകരമായി കണ്ടിരിക്കാവുന്ന, വളരെ ലൈറ്റ് മൈൻഡഡായ വിവരങ്ങളിലേക്ക് മാത്രം പോകുന്നുള്ളൂ. ഇൻ്റർനാഷണൽ മീഡിയയിൽ നോക്കിയാൽ അത് വേഗത്തിൽ മനസ്സിലാവും. ഫലസ്തീൻ ഇഷ്യൂസിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഫലസ്തീൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള വാദം മീഡിയകൾ ഇവിടെ പിന്നെ പ്രാബല്യത്തിലാക്കി കഴിഞ്ഞു. ഇതിൻ്റെ ചെറു പതിപ്പുകൾ എല്ലായിടത്തും വരികയാണ്. മുസ്ലിം ജീവിതത്തെ, ദളിതുകളുടെ ജീവിതത്തൊക്കെ ഇങ്ങനെ മറച്ചു പിടിക്കുന്ന ദൗത്യം, പുറത്തേക്ക് കാണിക്കുന്ന ദൗത്യത്തിന് പകരം മറച്ചു പിടിക്കുന്ന ദൗത്യം ആര് ചെയ്യുന്നു? മീഡിയകൾ ചെയ്യുന്നു എന്നുള്ളതാണ് സത്യത്തിൽ. ന്യൂസ് എന്നതിൻ്റെ നിർവചനം തന്നെ എന്താണ്? മറച്ചു വെച്ചത് എന്നാണ്. മറച്ചു വെക്കാത്തതെല്ലാം പരസ്യമാണ് എന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മറച്ചു വെക്കപ്പെട്ട സത്യങ്ങളിലേക്ക്, ജീവിതത്തിലേക്ക് പോവാനുള്ള ധൈര്യമാണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ കാണിക്കേണ്ടത്.